പുതിയ DCC അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്താൻ KPCC. പുതിയ അധ്യക്ഷന്മാരെ 3 വർഷം കഴിയാതെ മത്സരിക്കാൻ പരിഗണിക്കില്ല. AICC നിർദ്ദേശം സംസ്ഥാനത്തും നടപ്പിലാക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്. നിലവിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവർക്ക് നിബന്ധന ബാധകമല്ല. 24 ബിഗ് ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത. ശ്രീജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഇതിൽ എന്താണിപ്പോൾ KPCC ഇത് തീരുമാനമായി നടപ്പിലാക്കും എന്നത് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുമോ, അതോ ഇത്തരം ആലോചന നടക്കുന്നുണ്ട് എന്നതാണോ? അനുജ, KPCCയുടെ പുതിയ പുനഃസംഘടനയിൽ ജില്ലാ അധ്യക്ഷന്മാരായി വരുന്ന നേതാക്കൾക്ക് 3 വർഷത്തേക്ക് മത്സരിക്കാനാകില്ല എന്ന തീരുമാനം ഉണ്ട്. അത് കേരളത്തിലെടുക്കുന്ന തീരുമാനമല്ല, മറിച്ച് DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ AICC കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനമാണ് എന്നാണ് KPCC അധ്യക്ഷനും അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം കർശനമായി തന്നെ നടപ്പിലാക്കും. പുതിയ അധ്യക്ഷന്മാരായി ജില്ലകളിൽ അധികാരത്തിൽ വരുന്ന ആളുകൾക്ക് 3 കൊല്ലത്തേക്ക് സംഘടനാ പ്രവർത്തനത്തിൽ പൂർണ്ണമായും കേന്ദ്രീകരിക്കണം. അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ മറ്റു തെരഞ്ഞെടുപ്പുകളിലോ മത്സരിക്കാൻ അനുവാദമുണ്ടാകില്ല എന്ന് കൃത്യമായ സന്ദേശം നേതാക്കൾക്ക് നൽകുന്നുണ്ട്. ഇത് കേരളത്തിലെ തീരുമാനമല്ല എന്നുകൂടി എടുത്തു പറയുന്നു. എന്നാൽ നിലവിൽ DCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന 3 കൊല്ലം പിന്നിട്ടവർക്ക് ഈ നിബന്ധന ബാധകമല്ല എന്നും KPCC നേതൃത്വം വ്യക്തമാക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പുതിയ അധ്യക്ഷന്മാർക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാവുന്ന സ്ഥിതിയാണുള്ളത്. നേരത്തെ DCC അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ AICC ആലോചിച്ച് തീരുമാനിച്ചിരുന്നു. ഈ ആലോചനയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമാണിത്. പുതിയ അധ്യക്ഷന്മാരായി വരുന്ന 9 ജില്ലകളിലെങ്കിലും പുതിയ അധ്യക്ഷന്മാർ വരുമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിൽ അടുത്ത കാലത്ത് മാത്രമാണ് DCC അധ്യക്ഷൻ നിയമിച്ചത്. ബാക്കി എറണാകുളം, മലപ്പുറം, അതോടൊപ്പം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ അധ്യക്ഷന്മാർ തുടരുമെന്ന സന്ദേശം അവർക്ക് തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 പേർക്ക് മത്സരിക്കാൻ വിലക്കുണ്ടാകില്ല. മറിച്ച് പുതുതായി വരുന്ന 9 ജില്ലാ അധ്യക്ഷന്മാർക്ക് 3 കൊല്ലത്തേക്ക് മത്സരിക്കാൻ വിലക്കുണ്ടാകും. ശ്രീജിത്ത്, ഇപ്പോൾ ഈ പുതിയ DCC അധ്യക്ഷന്മാരുടെ ചുമതല ഇനിയിപ്പോൾ അത് ആരെയൊക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നൊക്കെയുള്ളതിൽ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. മുൻപ് വളരെ വർഷങ്ങൾക്ക് മുൻപൊക്കെ നിയമിച്ചവരൊക്കെ തുടരുന്നുണ്ട് എന്നുള്ളതാണല്ലോ സാഹചര്യം. പ്രധാനപ്പെട്ട ഈ നീക്കങ്ങളൊക്കെ എപ്പോഴുണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? അനുജ, KPCC ജനറൽ സെക്രട്ടറി തലത്തിലും ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാരുടെ തലത്തിലും പുനഃസംഘടന നടത്താനുള്ള ചർച്ചകൾ കേരളത്തിൽ പൂർത്തിയായി. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ KPCC ആസ്ഥാനത്തായിരുന്നു ഏറ്റവും അവസാനപ്പെട്ട ചർച്ചകൾ നടന്നത്. AICCയുടെ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു. ഈ മാസം 4, 5, 6 തീയതികളിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡൽഹിയിലേക്ക് ഈ ലിസ്റ്റുമായി ഇവിടെ ചർച്ച ചെയ്ത് രൂപം നൽകിയ പട്ടികയുമായി ഡൽഹിയിലേക്ക് പോവുകയാണ്. 2 ദിവസം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് സണ്ണി ജോസഫ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. അതിനുശേഷം ഹൈക്കമാൻഡാണ് കോൺഗ്രസിൻ്റെ AICCക്കാണ് ഈ ജില്ലാ അധ്യക്ഷന്മാരെയും മറ്റ് KPCC ഭാരവാഹികളെയും പ്രഖ്യാപിക്കാനുള്ള അധികാരം. അവർ ആ പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.